ടൊറക്സോ എന്ന ബ്രാൻഡിൻ്റെ X1 എന്ന മോഡൽ പ്രൊജക്ടറാണിത്. LED പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഓൺ, അതുപോലെ ടോപ്പ് പ്രോ അങ്ങനെയുള്ള ബ്രാൻഡുകളും ഈ സെയിം X1 എന്ന് പറഞ്ഞ മോഡലിൽ ഇതിറക്കുന്നുണ്ട്. പിന്നെ പല പല റേറ്റുകളാണ് ഓരോന്നിലുള്ളത്. പക്ഷേ എല്ലാം ഒറ്റ ഒരു സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഇത് 13-നും കിട്ടും, 14-നും കിട്ടും, 15-നും കിട്ടും, 20-നും കിട്ടും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഫോക്കസ് വന്നിട്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ഷാർപ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ. അതേപോലെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഫാനുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ആ ഒരു ഡോൾബി ഓഡിയോസ് വരുന്ന ആ ഒരു സ്പീക്കർ. നമുക്ക് ഡോൾബി ഓഡിയോസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ സ്പീക്കർ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് ആ ഒരു എയർ ഇൻടേക്ക് വരുന്നത്. അപ്പോൾ പുറകിൽ നമ്മൾ വെക്കുമ്പോഴേക്കും അത് നോക്കി വേണം വെക്കാൻ. പക്ഷേ നമുക്കവിടെ USB കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ അതൊരു ഉപകാരമുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് മാക്സിമം എന്തായാലും പുറകിലോട്ട് വെക്കാം. ബാക്കിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനാണ് ഈ കാണുന്നത്. നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കട്ടഡ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തിക്കിയിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. സ്പോഞ്ചൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമുക്കതൊക്കെ ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും. പിന്നെ ഫ്രണ്ട് റൈറ്റിലോട്ട് വരുമ്പോഴേക്കും നമുക്കൊരു IR റിസീവർ ഉണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഒരു എയർ ഔട്ട്, അതായത് നമ്മുടെ ചൂട് കാറ്റ് പുറത്തോട്ട് പോകുന്നത് ആ വഴിയായിരിക്കും. അതുപോലെ 2 HDMI USB 2 ഉണ്ട്. പിന്നെ AV പോർട്ടും പിന്നെ നമ്മുടെ ഓക്സ് കേബിളിനുള്ള പോർട്ടും ഉണ്ട്. പിന്നെ അതുപോലെ ബാക്കിൽ ഒരു IR റിസീവറും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒന്ന് ഇറക്കി കളയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് HDMI കേബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ളൊരു കേബിളാണ്. അതേപോലെ നമുക്ക് ആ ഒരു പവർ കേബിൾ, അത് പവർ കോഡ് നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് തന്നെ ഉള്ളതാണ്. ക്വാളിറ്റി കണ്ടിട്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമുക്ക് ബ്രാൻഡിൻ്റെ ഒരു വാറണ്ടി കാർഡെന്ന് കാണിച്ചിട്ട് ഒരു ചെറിയൊരു കാർഡ്, അതും വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് വൗച്ചർ. അതെന്ന് പറയുമ്പോഴേക്കും ഈ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ചിലർ കൊടുക്കുന്നതാണ്. ഞാൻ നോക്കിയിട്ടില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറൊക്കെ ഇട്ട് റേറ്റിംഗ് ചെയ്യുമ്പോൾ 200 കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് മാക്സിമം. പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ യൂസർ മാനുവൽ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കണ്ടില്ലേ 200 വരെ നമുക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു പ്രൊജക്ഷൻ സ്ക്രീൻ. പിന്നെ ബാക്കിൽ കൊള്ളേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ഒരു യൂസർ മാനുവലിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു സ്ക്രൂ, നമ്മുടെ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. റിമോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വോയിസ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ആ ഒരു സ്വിച്ചിൽ നമുക്ക് നെക്കി പിടിച്ചിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റും. അത് ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഈ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇത് വെക്കാനുള്ള ബുഷസും കാര്യങ്ങളും, പിന്നെ അതുപോലെ നമുക്ക് സീലിംഗ് മൗണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള സുരകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫെദർ ടച്ച് പോലെ തോന്നിക്കുമെങ്കിലും ഇത് സ്വിച്ചസ് ആണ്. നമുക്കിത് ഹെൽപ്ഫുള്ളും ഉണ്ട്. നമുക്ക് റിമോട്ട് ഇല്ലെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ചസ് ലൈറ്റ് കത്തുന്ന ഒരു സ്വിച്ചസ് ആണ്. നമുക്ക് ഇതിൽ തന്നെ നമുക്കൊരു ആപ്പ് ഉണ്ട്, LED സ്റ്റാറ്റസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിലുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല കളേഴ്സ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കേട്ടോ ബേസിക്കായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇതുകൊണ്ടൊരു പിക്ചറൊക്കെ നമ്മൾ എടുത്തിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ അത്രയും കൂടി മാനുവലി ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല രസത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, അതായത് ട്യൂബ് ലൈറ്റും അതുപോലെ 2 ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ കാണുന്നത് ഞാൻ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്തതാണ്, TV ലോഞ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നേക്കണത് ഒരു OG ആയിട്ട് തന്നെ തോന്നുന്നത്. കാരണം എല്ലാ ആപ്സും വർക്കിംഗ് ആണ്. അതും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ ലൈറ്റിംഗ് കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഓഫ് ചെയ്ത് ഒരെണ്ണം കൂടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി. കാരണം നമ്മൾ അത്ര ഡാർക്കായിട്ടുള്ളൊരു ഏരിയയിലല്ലായിരുന്നു, എന്നിട്ടും ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിലുണ്ട്. ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും 180p വീഡിയോ ഉണ്ട് കേട്ടോ, 4K അല്ല.
എന്നാലും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 4K ആണ്. കണ്ടില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടില്ല, നല്ല രസത്തിൽ നമുക്ക് കാണാം. നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജനാലയിൽ നിന്നൊക്കെ നമുക്ക് ലൈറ്റ് കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആംബിയൻസ് ഭയങ്കര ഡാർക്കൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് നമുക്ക് ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഒട്ടും ഡീറ്റെയിൽസ് കളയാതെ ഞാനത് ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ TV കാലിബ്രേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള പ്രൊജക്ടറിലൊക്കെ നോക്കിയപ്പോഴേക്കും കളേഴ്സൊക്കെ ഭയങ്കര ഓവറായിരുന്നു. എന്നിട്ട് നമുക്ക് ചില ഏരിയാസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ആകാശത്തിലത്തെ നമുക്ക് ക്ലൗഡ്സ് കാണാൻ പറ്റില്ല, ചില ക്ലൗഡ്സ്. ഞാൻ അതിൻ്റെ ഉള്ളതൊക്കെ നോക്കി, അതൊക്കെ പെർഫെക്റ്റ് ആണ്, ഭയങ്കര അക്യുറേറ്റ് ആണ്. ഞാൻ മൊബൈൽ വെച്ചിട്ടും ഇത് വെച്ചിട്ടും കമ്പയർ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. ഞാൻ അതൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല എന്നുള്ളൂ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പാടുകളുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൻ്റെ ഇപ്പോൾ ബ്രൈറ്റ്നസ് ആണെങ്കിലും ആ ഒരു വൈറ്റ് പോർഷൻ ആണെങ്കിലും ബ്ലാക്ക് പോർഷൻ ആണെങ്കിലും ബ്ലാക്ക്സ് ഒക്കെ നല്ല കട്ട ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് നമ്മൾ എത്ര നമ്മൾ അടുത്ത് പോയി നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് പിക്സൽസാ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പൊട്ടല ചീറ്റിലൊന്നുമില്ല. നമുക്ക് നെറ്റിന് നല്ലൊരു സ്പീഡ് വേണം. പിന്നെ ഇതിൻ്റെ ഓഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയാണ്, നല്ല ക്രിസ്പാണ്. അതുപോലെ നല്ല ബാസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ. അത്യാവശ്യം ബാസ്, അതുപോലെ നല്ല രീതിയിൽ നമുക്ക് മൂവിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ലൈറ്റിംഗ് കണ്ടീഷനുള്ളതാണ്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റിൽ കണ്ടു, അതായത് എന്താണ് ഇങ്ങനെ കർട്ടൻ പോലെ ഇട്ടേക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും തോന്നണുണ്ടാവും, കാരണം വെച്ചാൽ എന്താ ഇങ്ങനെ പിടിച്ചേക്കണം, കുറച്ചും കൂടി മര്യാദയ്ക്ക് പിടിക്കാമല്ലോ എന്നൊക്കെ. ഞാനങ്ങനെ ചെയ്യാത്തതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ ഒരു റൂം കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും, അല്ലാണ്ട് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടി കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. എന്തോരം ഇപ്പോൾ ഡാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തോരം നന്നായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് നേരെ വെച്ച് പിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും കൂടി അത് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 4K വീഡിയോ ഉണ്ടാ, ഒരു കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു സെയിം വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫോക്കസ് 4 വശത്ത് അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഒരേപോലെ നമുക്ക് അത്യാവശ്യം ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മാനുവലി അതങ്ങനെ അത് യൂസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നത് നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോഴേക്കും എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ PS4 ട്രൈ ചെയ്ത് നോക്കി. കാരണം ഇതിന് മുമ്പ് മേടിച്ച ചില പ്രൊജക്ടേഴ്സ് നമ്മൾ PS4 കണക്ട് ചെയ്യുമ്പോഴേക്കും കിടന്ന് ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ഹാളിൽ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ട്യൂബ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നല്ല രീതിയിൽ അടുക്കളയിൽ നിന്നാണെങ്കിലും വെട്ടവും ഡോറും തുറന്നിട്ടേക്കണം. പുറത്തുള്ള ലൈറ്റിൻ്റെ വെട്ടവും മൊത്തത്തിൽ നല്ലൊരു ലൈറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. ഭയങ്കര നമ്മുടെ TV ഒക്കെ ഇരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ ബ്രൈറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ മൂലകളിലും വശങ്ങളിലും. അതിപ്പോൾ നമ്മൾ താഴെ ഒരു സ്റ്റൂളിലാണ് വെച്ചേക്കണത്, എന്നാൽ പോലും നമ്മൾ കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കണേണ്. അപ്പോൾ കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റും അത്യാവശ്യം കൊള്ളാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം ചില കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ, ഇതിനങ്ങനെ ഒരു പരിധി വരെ കുറച്ച് കൂടുതലാണ്. നമുക്ക് കുറച്ചും കൂടി മൂലയിലോട്ടൊക്കെ കൂടുതലായിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ സൂമിംഗ് ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സൂം ഔട്ടും സൂമിനും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്രേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഭയങ്കരമാണ് ഇഷ്ടപ്പെട്ടു. ബ്രൈറ്റ്നസ് മാത്രമല്ല, അതിൻ്റെ ഒരു കളർ അക്യുറസി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വെറുതെ കുറേ ബ്രൈറ്റ്നസ് മാത്രം തന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് ഒട്ടും ഡീറ്റെയിൽസ് മിസ്സാവുള്ള കളേഴ്സിൻ്റെ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യമാണ്, നമുക്ക് ഈ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
അതായത് നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ആ ഒരു ട്രിബിളും ബാസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ബാലൻസ്. അതേപോലെ മാത്രമല്ല നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടില്ല, സറൗണ്ട് ശബ്ദം നമുക്ക് സറൗണ്ടൊക്കെ ഓണാക്കാം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഡോൾബിയുടെയൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാവുന്നത് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള നമുക്ക് അതുപോലെ പിക്ചറാണെങ്കിലും ഓഡിയോ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴാണെങ്കിൽ പിക്ചർ വൈസ് അടിപൊളിയാണ്. ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ കാര്യത്തിലും നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാക്സിമം ആണ്. കാരണം വോയിസും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്രൊജക്ടറാണ്. കാരണം ഇത് ഞാനെന്തായാലും ഉറപ്പിച്ചൊരു പ്രൊജക്ടറാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് മേടിച്ചതാണ്. എന്തായാലും ഫിക്സഡാണ് സാധനം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. Hey Google, play Avesham movie scenes. Name Avesham movie scenes on YouTube. ഇതിൻ്റെ ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഫുൾ HD നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ 4K എല്ലാം നമുക്കിപ്പോൾ ഒരു TV സ്റ്റിക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4K TV സ്റ്റിക്കൊക്കെ ഒത്തിരി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സൊക്കെ അത്രയും റിയലാണ്. എനിക്ക് തോന്നുന്നു ഇത് ആൻഡ്രോയിഡ് അവർ പറയുന്നത് ആൻഡ്രോയിഡ് 9 ആണ്. അത് പക്ക ആൻഡ്രോയിഡ് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹോട്ട്സ്റ്റാറിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്, അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതാണെങ്കിലും നല്ല സ്പീഡാണ് കേട്ടോ. മാത്രമല്ല ക്വാളിറ്റി കുറച്ചും കൂടി നമുക്ക് സാധാരണ നമുക്ക് ക്വാളിറ്റി കുറച്ച് കുറയും, ഇടയ്ക്ക് കട്ടായി പോകല് കാര്യങ്ങൾ, പിന്നെ സ്റ്റക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇതങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നോർമൽ TV തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടാറില്ല. ഇപ്പോൾ നമ്മൾ വിയുവിൻ്റെ TV ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും അതിൽ പോലും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗില്ല, ഒട്ടും തന്നെ ലാഗുമില്ല. പിന്നെ സ്റ്റക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് വർക്കാവുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗെയിമൊക്കെ ഒന്ന് കളിച്ച് നോക്കണേണ്. കണ്ട നിൽക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സെയിം ടൈമിങ്ങിൽ തന്നെ വരുന്നുണ്ട്.
ഒട്ടും ലാഗാ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ ഇതിൻ്റെ വിഷ്വലി ഉള്ള കാര്യം അടിപൊളിയാണ്. കാരണം ഞാനിപ്പോൾ ഇതിന് മുമ്പ് മേടിച്ച പ്രൊജക്ടറായിരുന്നു ഞാൻ ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഇത് കുറച്ചും കൂടി അതിനെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലുക്ക് വൈസുള്ള രീതിയിൽ എനിക്ക് അതിനെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സിലുള്ള ഡീറ്റെയിൽസിങ് ആണെങ്കിലും നമ്മളിപ്പോൾ മറ്റേ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ ബ്ലറും കാര്യങ്ങളെ കുറച്ച് കൂടുതലായിരുന്നു. ഇത് പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഗെയിം കളിച്ചിട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമുക്കൊരു ട്രസ്റ്റ് ഫീൽ ചെയ്യേണ്ടത് കുറച്ചാളും കൂടി യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നണമുണ്ട്. അതുപോലുള്ളൊരു നല്ലൊരു അടിപൊളി ഫ്യൂച്ചറാണ് അതിൻ്റെ ഉള്ളിൽ. എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ബ്ലൂടൂത്തിൽ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൊജക്ടറിന്. അതിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കണ്ടില്ല, ഇതുപോലെ നമുക്ക് എന്താ പറയുക, കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വിഷ്വലി കണ്ടുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം, വേണമെങ്കിൽ കിടക്കാം, സ്ലീപ്പിംഗ് മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ അതുപോലെ നൈറ്റ് ടൈമിൽ കണ്ടില്ല വിൻഡോ ആ ഒരു എഫക്റ്റ്, ആ ഒരു സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബിലാണെങ്കിലും വെക്കാം ഇത്. അതല്ലാതെ നമുക്ക് ഇതേ കണ്ടില്ല, ഇങ്ങനെ നമുക്ക് തീയൊക്കെ കത്തിച്ച് ആ ഒരു ഫീലിങ്ങിൽ ആ തീ അവിടെ കിടന്ന് കത്തിക്കോളും. അതിൻ്റെ നോയ്സ് നമുക്ക് വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. പിന്നെ നമുക്ക് നമ്മൾ വെക്കുന്ന മ്യൂസിക്, നമ്മുടെ മൊബൈലിൽ വെക്കുന്ന മ്യൂസിക് കേട്ട് കിടന്ന് നമുക്ക് ഉറങ്ങാം. പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ ഓഫ് ആയിക്കോളും. അത് നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണ ഉണ്ടാവും ഇത്, എന്നാൽ പോലും എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും കിട്ടാവുന്ന നല്ലൊരു പ്രൊജക്ടർ തന്നെയാണ് ഇത്. ഇപ്പോൾ മറ്റേ ഇതിന് മുമ്പുള്ള നമ്മളുടെ ആ ഒരു മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്ത ആ മോഡലാണെങ്കിൽ പോലും അതൊരു 16 രൂപ മഞ്ഞുണ്ട്, കാരണം 15,900 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 13,500 നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. കാരണം നല്ലൊരു ആൻഡ്രോയിഡ് കിട്ടുന്നുണ്ട്, അതുപോലെ വോയിസ് അസിസ്റ്റൻസ് ഒക്കെ ബ്രില്യൻ്റ് ആണ് കേട്ടോ. കാരണം വേറെ ഒരു പ്രൊജക്ടറിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 4K നല്ല എന്താ പറയുക, നല്ല റിയൽ ആൻഡ് ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ബൈ ചെയ്യാനുള്ളവർക്ക് ബൈ ചെയ്യാം. പിന്നെ നമുക്ക് കുറഞ്ഞത് നോക്കിയിട്ട് തന്നെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇത് തന്നെ പല റേറ്റിൽ കാണിക്കുന്നുണ്ട്, 20,000 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കണമെന്നില്ല, കാരണം സെയിം തന്നെ ആയിരിക്കുള്ളൂ. പല ബ്രാൻഡുകൾ പല പേരിൽ ആവശ്യമില്ലാത്ത കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടൊക്കെ കിട്ടുന്നുണ്ടാവും. എന്തായാലും ഞാൻ ഏറ്റവും കുറഞ്ഞ എടുത്തത്, പക്ഷേ സംഭവം വൃത്തിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ബൈ ചെയ്യാനുള്ളവർക്ക് മേടിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.